നമ്മുടെ മൊബൈലില് ഏറ്റവും മുകളിലായിട്ട് ഒരു ഗ്രീൻ ഡോട്ട് അഥവാ ഒരു പച്ച കുത്ത് കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുള്ള ഒരു കാര്യമാണ്. ശരിക്കും ഇത് പേടിക്കേണ്ട തന്നെയാണോ? ശരിക്കും പേടിക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മൾ സാധാരണ ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൈക്രോഫോൺ ഉപയോഗിച്ച് ആരും സംസാരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു ഗ്രീൻ ഡോട്ട് വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ്. കാരണം അത് നമുക്കൊരു കാണിക്കുന്ന ഒരു വാണിംഗ് ആണ്. അതായത് മുകളിൽ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പേടി സ്വപ്നമായിട്ട് മാറിയിട്ടുണ്ട് മൊബൈലിന്റെ സ്ക്രീനിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഗ്രീൻ ഡോട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഒരു പച്ച കുത്ത് കാണിക്കുക എന്നുള്ളത്. അത് നമ്മൾ സാധാരണ നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, വാട്സാപ്പിലേക്ക് ക്യാമറ ഉപയോഗിച്ച് വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അതായത് സാധാ കോൾ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഗ്രീൻ ഡോട്ട് കാണുകയാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഉണ്ടല്ലോ, ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് സെറ്റിംഗ്സിൽ ഏറ്റവും താഴെ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഒരു ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ആപ്പുകളൊക്കെ നമുക്ക് അതിലാണ് ഉണ്ടാവുക. അവിടെ നമുക്ക് ആപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ആ ആപ്പ് മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന നിരവധി അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും അപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ഇനി ഇൻസ്റ്റാൾ ചെയ്ത് തന്നെയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. ഞാനിവിടെ കലണ്ടർ ഞാനിവിടെ നിന്ന് ഓപ്പൺ ചെയ്യാണ്. ഈ കലണ്ടർ എന്ന് പറഞ്ഞ അപ്ലിക്കേഷന് നമുക്ക് കലണ്ടറിൽ ഒരിക്കലും നമുക്ക് കലണ്ടർ തൊട്ട് താഴെയായിട്ട് പെർമിഷൻസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലേ? അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കലണ്ടറിന് ഒരിക്കലും ക്യാമറയുടെ പെർമിഷന്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ നമ്മുടെ കോൾസിന്റെ പെർമിഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ അലൗ ചെയ്തിരിക്കുന്നത്, നമ്മൾ അനുവാദം കൊടുത്തിരിക്കുന്ന ഏതിനൊക്കെയാണ്, നമ്മൾ ക്യാമറക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫോണിനൊക്കെ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുവഴി ചിലപ്പം നമ്മുടെ പല കാര്യങ്ങളും അവരെടുക്കുന്നുണ്ടാവും. അത് ഓൺ ആവുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ ഡോട്ട് മുകളിൽ കാണുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഫോണിന്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് അലൗ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഡോണ്ട് അലൗ എന്ന് ആക്കി കൊടുക്കുക. അപ്പൊ ഇതേപോലെ നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഫോൺ ഉണ്ട്, നമ്മൾ വിളിക്കുന്ന സമയത്തൊക്കെ അവർ കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? അതും നമ്മൾ എന്ത് ചെയ്യുക? പെർമിഷൻ ഒന്ന് ഡോണ്ട് അലൗവിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കി നോക്കുക ഏതെല്ലാം അപ്ലിക്കേഷൻസ് വേറെ ഉണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ അവിടെ വന്ന് കിടക്കുന്നതായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കുക. ചിലപ്പോഴൊക്കെ നമ്മുടെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ വന്ന് കിടക്കുന്ന ചില അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് കുറച്ചും കൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു അപ്ലിക്കേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ ഇവിടെ ഓൺ ചെയ്തു. ക്ലോക്കിനൊന്നും ഒരിക്കലും നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, നമുക്ക് പെർമിഷൻസ് ഒന്നിന്റെയും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് പെർമിഷൻ ആയിട്ട് നമ്മൾ ക്യാമറയോ അല്ലെങ്കിൽ ഫോണോ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതൊന്നും നമ്മളൊന്ന് ഡോണ്ട് അലൗ ആക്കി കൊടുക്കുക. ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാന്നുള്ളത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മനസ്സിലാവുന്നില്ല? ഏറ്റവും താഴെ സെറ്റിംഗ്സ്. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, സൈറ്റ് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ. ആ സൈറ്റ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സൈറ്റിന് വേണ്ടിയിട്ട് എന്തെല്ലാം പെർമിഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്യാമറ കാണുന്നുണ്ട്, നമ്മൾ കോൾസ് കാണുന്നുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പെർമിഷൻസ് ഒന്നും വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ക്യാമറയുടെ പെർമിഷനും അതുപോലെ തന്നെ മൈക്രോഫോണിന്റെ പെർമിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇനി ഏതെങ്കിലും അപ്ലിക്കേഷൻസ് നിങ്ങളുടെ കോളിന്റെയോ അല്ലെങ്കിൽ ഫോണിന്റെയോ അല്ലെങ്കിൽ ക്യാമറയുടെ പെർമിഷൻ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആ അപ്ലിക്കേഷൻ നിങ്ങളോട് ഇത് ചോദിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിനൊന്ന് അലൗ എന്നുള്ള പെർമിഷൻ കൊടുത്താൽ മതി. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് പേടിക്കാതെ തന്നെ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യാൻ സാധിക്കും. സാധാരണ കാണിക്കുന്ന രീതിയിൽ ഏറ്റവും മുകളിൽ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് ക്യാമറേന്റെ ഒക്കെ പച്ചക്കുത്ത് കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല.